ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഈശോ നമുക്ക് വേണ്ടി ഇന്ന് പകുത്തു നൽകുന്ന വചനത്തിലേക്ക്, ഈശോ തന്നെയാകുന്ന വചനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു വയ്ക്കാം. അനേക വിശുദ്ധർ വചനത്തിന് വില കൊടുത്തപ്പോഴാണ്, വചനത്തിന് മുൻപിൽ ഒരു ജീവിതം തന്നെ ഒരു സാധനയായി നൽകിയപ്പോഴാണ് അവരെല്ലാവരും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ കൃപ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വചനമായിരിക്കണമെന്നുള്ള തിരിച്ചറിവോടുകൂടി കേൾക്കുന്ന ഓരോ വചനവും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വചനത്തിന് എത്രയോ ശക്തിയുണ്ട് എന്ന് അനേകർ അവരുടെ ജീവിതത്തിൽ, നമ്മൾ തന്നെയും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ വചനത്തിൻ്റെ പെരുമഴ ഒഴുക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന, ഞങ്ങൾ ധ്യാനിക്കുന്ന ഓരോ വചനവും ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തുവാൻ തക്ക വിധം, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്ക വിധം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൻ്റെ ബാഹ്യമായ അഭിവൃദ്ധി മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തിലും, നമ്മളുടെ ഇടപെടുന്ന രീതികളിലും, നമ്മളുടെ ചിന്താഗതികളിലും, വിശ്വാസത്തിൻ്റെ തലത്തിലുമൊക്കെ നമുക്ക് വലിയ മാറ്റം സംഭവിക്കും. ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കും. 1-ാമത്തെ സങ്കീർത്തനം പറയുന്നത് തന്നെ, വചനത്തിലായിരിക്കുന്നവൻ ഒരു നീർച്ചാലിൻ്റെ അരികിൽ ഉള്ള മരം പോലെയാണെന്നാണല്ലോ. വചനമില്ലാത്തവൻ, ദൈവ നിയമമില്ലാത്തവൻ, അവൻ കാറ്റത്തെ പതിരു പോലെയാണെന്നും സങ്കീർത്തനം 1 പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വചനത്തിൽ ആഴപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോ ശുശ്രൂഷയിലും പങ്കെടുക്കേണ്ടത്. കർത്താവിന് വചനത്തെ സ്നേഹിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായം 1 മുതൽ തിരുവചനങ്ങളിൽ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ ചെല്ലുന്നതിനെ കുറിച്ചാണ്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് അവിടെ സക്കേവൂസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. സക്കേവൂസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. സക്കേവൂസ് കുള്ളനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈശോയെ കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ തിരിച്ചറിവുണ്ടായിരുന്നു. എന്ത്? താൻ കുള്ളനാണെന്നുള്ള തിരിച്ചറിവ്. അതുപോലെ തൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ഒരു ദാഹമുണ്ടെന്നുള്ള തിരിച്ചറിവ്. സങ്കീർത്തകൻ പല ഇടങ്ങളിൽ പറയുന്നുണ്ടല്ലോ, നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെയും, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയും, ഇത്തിരി വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മരുഭൂമിയെപ്പോലെയും ഒക്കെ എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നുവെന്ന്. അതുപോലൊരു ദാഹം തൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ സക്കേവൂസ് നിഷേധിച്ചില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ ഉള്ളിൽ കർത്താവിന് വേണ്ടിയുള്ളൊരു ദാഹമുണ്ട്. ഈ ദാഹത്തെ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ സൗകര്യപൂർവ്വം അവഗണിക്കുന്നു. കാരണം എന്താ? നമ്മൾ ഈശോയിലേക്ക് അടുത്താൽ ആ ദാഹത്തെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, തൃപ്തിപ്പെടുത്താൻ വേണ്ടി നോക്കിയാൽ ഈ ലോകത്തിൻ്റെ പലതും നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭയം കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ദാഹത്തെ അവഗണിക്കുന്നു, സൗകര്യപൂർവ്വം അവഗണിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ ചിന്തിക്കണം. ഇവിടെ സക്കേവൂസ് സക്കേവൂസ് നിഷ്കളങ്കനായിരുന്നു. തൻ്റെ ഉള്ളിൻ്റെ ആത്മാവിൻ്റെ സ്വരത്തോട് അവന് വ്യക്തമായ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു.
അവൻ അതിനെ തള്ളിക്കളഞ്ഞില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ പരിശ്രമിച്ചില്ല, അവൻ എന്താ പറയുക അവിടെ ഒരു ഗെയിം കളിക്കാൻ നോക്കിയില്ല. തൻ്റെ ഉള്ളിൽ ഈശോയെ കാണണമെന്നുള്ള ആഗ്രഹം, ഈ ആഗ്രഹം വെച്ച് അവൻ ഓടി. അവൻ ഓടുമ്പം ഓടാൻ കാരണമുണ്ട്, അവൻ കുള്ളനായിരുന്നു. അത് അവൻ്റെ ഒരു കുറവിനെക്കുറിച്ചുള്ള അവൻ്റെ തിരിച്ചറിവാണ്. ഞാൻ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം എൻ്റെ ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവിനെ മറികടക്കാനാണ് അവൻ ഓടുന്നത്. കാരണം എന്താ? ജനക്കൂട്ടത്തിന് മുൻപേ ഓടിയിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ എനിക്ക് ഈശോയെ കാണാൻ പറ്റും. ഓക്കെ, അവൻ്റെ ദാഹത്തിന് അതിന് ചേർന്ന രീതിയിൽ അവൻ ഓടാൻ പരിശ്രമിക്കുകയാണ്. അതേസമയം അവൻ്റെ കുറവുകളെ അവൻ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ കുറവുകളെ പരിഹരിക്കാൻ വേണ്ടി അവൻ ഓടാൻ പരിശ്രമിക്കുക. ഇത്രയേ സത്യത്തിൽ സക്കേവൂസ് ചെയ്തുള്ളൂ. ഒരു പക്ഷേ സക്കേവൂസ് ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ അത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും ഉണ്ടാവുള്ളൂ. പക്ഷേ സക്കേവൂസിൻ്റെ ഈ ചെറിയ ഒരു ചുവടുവയ്പ് കർത്താവിൻ്റെ മുമ്പിൽ വളരെ വലുതായിരുന്നു. കർത്താവ് അതിനെ നിസ്സാരമായി കണ്ടില്ല, ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമായിട്ട് കണ്ടില്ല. ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണഗതിയിൽ ഒരു പോപ്പുലറായിട്ടുള്ളൊരു വ്യക്തിയെ കാണാനുള്ള ഏത് മനുഷ്യനുമുള്ള ഒരു പക്ഷേ ഉണ്ടായിരിക്കുന്ന ഒരു ആരാധനാ മനോഭാവം ഉണ്ടല്ലോ. ഒരു സിനിമാ നടനെ, സിനിമാ നടിയൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി കാണണം, മാർപ്പാപ്പ വരുമ്പോൾ മാർപ്പാപ്പയൊന്ന് പോയി കാണണം, അതിന് വലിയ വലിയ വ്യക്തികളെ കാണുക, അടുത്ത് പോകുക, ഒന്ന് തൊട്ട് നോക്കുക. ഇതൊക്കെ ഒരു നിഷ്കളങ്കമായ ഒരു ആരാധനാ മനോഭാവമാണല്ലോ വ്യക്തികളോടുള്ള. അപ്പോൾ അങ്ങനെ ഒന്നായിട്ട് ഈശോ അതിനെ പരിഗണിച്ചില്ല, അങ്ങനെ തള്ളിക്കളഞ്ഞില്ല. ഈശോ ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ, അഥവാ സക്കേവൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ, സക്കേവൂസിൻ്റെ ആഗ്രഹം തൊട്ടറിഞ്ഞ കർത്താവ് പറഞ്ഞു, കം ഡൗൺ, താഴോട്ട് വരിക, താഴോട്ട് വരിക. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ നിന്നോടൊപ്പം താമസിക്കേണ്ടതായിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരിക്കലും സക്കേവൂസ് പ്രതീക്ഷിക്കാത്തൊരു കാര്യമല്ലേ. ആകെപ്പാടെ ഒരു ആഗ്രഹമല്ലേ ഉണ്ടായിരുന്നുള്ളൂ സക്കേവൂസിന്. പക്ഷേ ആ ഒരു ആഗ്രഹത്തെ കർത്താവ് വിലക്കെടുത്തപ്പോൾ അവിടെ ആ സക്കേവൂസിൻ്റെ ഒരു പ്രയത്നത്തെ, ഈശോയെ കാണാനുള്ള ആഗ്രഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സഹകരണത്തെ അത് പുറത്തു കാണിച്ചപ്പോൾ, ഈശോ അത് വിലക്കെടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ ഈശോയെ കാണാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ. എല്ലാ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് അത്ഭുതങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പത്തും പതുങ്ങി ഇങ്ങനെ ഈശോയുടെ കൂടെ നിന്നപ്പോൾ ഈശോ ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? പറഞ്ഞു, കർത്താവെ, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? വെറുതെ ഒരു ക്യൂരിയോസിറ്റി. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ എവിടെയാണ് താമസിക്കുന്നത്? ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് പോയി കാണുകയും, അല്ലെങ്കിൽ അങ്ങനെ അഡ്രസ്സൊക്കെ എനിക്കറിയാം, ഇന്നയാളുടെ അഡ്രസ്സൊക്കെ അറിയാമെന്നൊക്കെ ഉള്ളൊരു ഒരു പോപ്പുലാരിറ്റിയുടെ ഒരു ഭാഗമായിട്ടേ അങ്ങനെയായിരിക്കും ചിലപ്പോൾ അവർ ചോദിച്ചേ. ഈശോ പക്ഷേ എന്താ പറഞ്ഞത്? കം ആൻഡ് സീ, കം ആൻഡ് സീ, സ്റ്റേ വിത്ത് മീ. എൻ്റെ കൂടെ വരാനല്ലേ പറഞ്ഞത്, വന്ന് കാണുക. അവർ ആ രാത്രി ആ ദിവസം അവരുടെ കൂട്ടത്തിൽ, ആ കർത്താവിൻ്റെ കൂട്ടത്തിൽ താമസിച്ചു എന്നല്ലേ പറയുന്നത്. സഹോദരങ്ങൾ നോക്കി, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയെ കാണാൻ ആഗ്രഹിച്ചാൽ, ഈശോയെ കാണാനുള്ള നമ്മുടെ ആഗ്രഹത്തിനോട് നമ്മൾ സഹകരിച്ചാൽ, ലോകത്തിൻ്റെ പലതും അവിടെയുണ്ട്, അതിനെയൊക്കെ മറുകണ്ഠം ചാടി അതിനെ ഒക്കെ തോൽപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകാനൊരു പ്രയത്നമെടുത്താൽ, ബാക്കി മുഴുവൻ ഈശോയുടെ കയ്യിലാണ്, ബാക്കി മുഴുവൻ ഈശോയുടെ കോർട്ടിലാണ് കിടക്കുന്നത്. ഈശോ ബാക്കി വേണ്ടുന്നത് ചെയ്യും. അതാണ് നമ്മൾ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അദ്ദേഹം പോയി, ഇത് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു വിചിന്തന ഭാഗമാണ്. അതെന്നെ വല്ലാതെ സ്വാധീനിച്ചതുകൊണ്ടാണ് ഞാൻ സക്കേവൂസിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഇടവന്നത്. ആ സുഹൃത്ത് പറഞ്ഞത് എങ്ങനെയാണ്? സത്യത്തിൽ നമ്മളൊന്നൊരു ഇമാജിൻ ചെയ്യണം, നമ്മളൊന്ന് ഭാവനയിൽ കാണണം. സക്കേവൂസിന് വലിയ എക്സൈറ്റ്മെൻ്റായി, താൻ ഒന്ന് കാണാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ താമസിക്കുന്നു. ഭയങ്കര കൊട്ടിക്കൊട്ടിയുടെ അഭിമാനമായി. എല്ലാവരും പറഞ്ഞു, പാവിയുടെ വീട്ടിലാണോ ഇവൻ പോയി താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈശോയെ ആക്ഷേപിക്കുമ്പോഴും ഈശോ കൂളായിട്ട് പോവുകയാണ്. ഇത്രയും വലിയൊരു മനുഷ്യൻ ദൈവപുത്രനാണെന്ന് ഒരു പക്ഷേ അപ്പോൾ സക്കേവൂസ് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും, ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ, അത്ഭുത പ്രവർത്തകൻ, ഇതുപോലെ കർത്താവിന് ശക്തി പ്രകടമാക്കുന്നൊരു വ്യക്തി എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അഭിമാന വിഷയമാണത്. സക്കേവൂസ് പരിവാരങ്ങളോട് ഓടി വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം റെഡിയാക്കി. എന്നിട്ട് ഈശോ സാധാരണ ഒരു വലിയ വ്യക്തി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ ഏറ്റവും നല്ല ഒരു ചെയർ ഇരിക്കാൻ കൊടുക്കും അല്ലേ. അപ്പം ഒരു പക്ഷേ സോഫയോ കുഷ്യനോ എന്തെങ്കിലും അവിടെ കാണുമായിരിക്കും. അപ്പോൾ വേഗം സക്കേവൂസ് ഈശോയോട് പറഞ്ഞു, കർത്താവ് ഇരിക്ക്, ഗുരു ഇരിക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സക്കേവൂസിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു ചിന്ത കടന്നു വന്നു. ഈ സർവശക്തനായവൻ, അല്ലെങ്കിൽ ഈ വലിയ വ്യക്തി ഇരിക്കാൻ പോകുന്ന കസേര, അല്ലെങ്കിൽ ഈ കുഷ്യൻ എവിടുന്ന് മേടിച്ചെന്നുള്ള ചിന്തയാണ് പ്രധാനപ്പെട്ടത്. സഹോദരങ്ങളെ, അത് സക്കേവൂസിനെ ഒന്ന് കുലുക്കിക്കളഞ്ഞു. സത്യത്തിൽ എവിടുന്ന് മേടിച്ചതാ? ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു ആശാരി ഉണ്ടാക്കിയതായിരിക്കാം. പക്ഷേ അതിൻ്റെ സോഴ്സ് എവിടുന്നാ? അതിൻ്റെ ഇൻകം എവിടുന്നാ?
അനേകരുടെ കൊങ്ങയ്ക്ക് പിടിച്ച് ടാക്സ് പിരിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഇവൻ ഇത് മേടിച്ചിരിക്കുന്നത്. അതായത് സക്കേവൂസ് ചുങ്കക്കാരനായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ആൾക്കാർ അദ്ദേഹത്തെ വെറുത്തത്. അപ്പോൾ അനേകരുടെ ഈ ചുങ്കം പിരിക്കലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അവിടെ റോമാക്കാരാ ചുങ്കം പിരിക്കുന്നത് സത്യത്തിൽ. പക്ഷേ ഇസ്രായേൽക്കാർ, ഈ യഹൂദർ ആ ചുങ്കം കൊടുക്കുകയല്ല, വിദേശരായതുകൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? റോമാക്കാർ വന്നത് പിരിച്ചെടുക്കൽ അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് ഓരോ വ്യക്തിക്കും ടാക്സ് കൊടുക്കണം. അപ്പോൾ അത് എളുപ്പമല്ലാത്തത് കൊണ്ട് യഹൂദരെ തന്നെയാണ് അതിന് നിയോഗിച്ചിരിക്കുന്നത്. ചില ക്രൂരരായ യഹൂദരെ അവരെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് ഈ ടാക്സ് പിരിക്കാൻ വിട്ടിരിക്കുക. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? 100 രൂപയാണ് ടാക്സ് എങ്കിൽ ഈ യഹൂദൻ, ഈ ചുങ്കക്കാരന് 150 175 ഒക്കെ പിരിക്കാം, എത്ര വേണമെങ്കിലും പിരിക്കാം. അതിൽ നിന്ന് 100 രൂപ സർക്കാരിന് കൊടുത്താൽ മതി, അഥവാ റോമക്കാർക്ക് കൊടുത്താൽ മതി. ബാക്കി എത്ര പിരിക്കുന്നു അത് മുഴുവൻ അവൻ്റെ ലാഭമാണ്. 150 പിരിച്ചെങ്കിൽ 50 രൂപ ഇവൻ്റെ ലാഭം, 175 ആണെങ്കിൽ 75 രൂപ എൻ്റെ ലാഭം. അങ്ങനെ സ്വജനത്തെ ഞെക്കിപ്പിഴിയുന്നവനാണ് ചുങ്കക്കാരൻ. അതുകൊണ്ടാണ് ജനം അവനെ വെറുത്തിരുന്നത്. ഞെക്കിപ്പിഴിഞ്ഞ് എന്താ പറയുക, അകൃത്യം കാണിച്ചിട്ടാണ് ഈ പണം മുഴുവൻ കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ടാണ് സത്യത്തിൽ സക്കേവൂസ് തൻ്റെ വീട് പണിതിരിക്കുന്നത്. അവൻ്റെ സോഫ ഇങ്ങനെയുള്ള ചുങ്കപ്പിരിവിൽ നിന്നുണ്ടാക്കിയ സോഫയാണെന്ന് വിചാരിക്കുക. ഇതിലേക്കാണ് ഈശോയോട് ഇരിക്കാൻ പറയുന്നത്. പെട്ടെന്ന് അവൻ്റെ ഉള്ളിലൂടെ ഒരു ഇടിവാള് കടന്നു പോകുന്നതാണ്. ഇത്രയും മഹാനായ വ്യക്തിക്ക് ഇരിക്കാൻ യോഗ്യതയുള്ള ഒരു സോഫയാണോ, ഒരു കസേരയാണോ, ഒരു കുഷ്യനാണോ ഞാൻ കൊടുക്കുന്നത്? ഒരു ഗ്ലാസ് വെള്ളം വേഗം ഈശോ ചോദിച്ചെന്ന് വിചാരിക്കുക. വേഗം, അല്ലെങ്കിൽ ഈശോയ്ക്ക് കൊണ്ടുവന്ന് സാധാരണ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമോ ചായയോ ഒരു ജ്യൂസോ എന്തെങ്കിലും കൊടുക്കും. അത് കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടുത്ത ചിന്ത ചെയ്യാൻ, ഈ ഗ്ലാസ് ആരുടെ പണം കൊണ്ട് മേടിച്ചതാണ്. അങ്ങനെ ഈശോ ആ ഭവനത്തിലേക്ക് വന്ന് കയറിയ നിമിഷം മുതൽ സക്കേവൂസിൻ്റെ മനോഭാവങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി. സക്കേവൂസിൻ്റെ ചിന്താഗതികളിൽ മാറ്റം വരാൻ തുടങ്ങി. സക്കേവൂസ് കാണുന്നത് ഓരോന്നും അവൻ്റെ അകൃത്യമായി മാറി. താൻ ചെയ്ത തെറ്റുകളുടെ പ്രതിഫലനമായി അവൻ്റെ വീട് മുഴുവൻ ഇരിക്കുകയാണ്. അവൻ്റെ സോഫയാണെങ്കിലും ഷോക്കേസ് ആണെങ്കിലും അവൻ്റെ ഷോക്കേസിലെ ഓരോ വസ്തു പദാർത്ഥങ്ങൾ, പിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം എല്ലാം സഹോദരങ്ങളെ ഈശോയുടെ മുൻപിൽ, ഈശോയുടെ വാക്കാലല്ല, ഈശോയുടെ സാന്നിധ്യത്തിൽ, ഈശോയാകുന്ന പ്രകാശത്തിൽ സക്കേവൂസിന് പാപകരമായതായി തിരിച്ചറിയുകയാണ്. അഥവാ അവൻ്റെ ജീവിതത്തിൽ അവൻ അനീതിപൂർവം സമ്പാദിച്ചതാണ്, തൻ്റെ പാപത്തിൻ്റെ ശമ്പളമാണ് താൻ കെട്ടിപ്പൊക്കിയത് മുഴുവൻ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈശോ സക്കേവൂസിനെ നയിക്കുകയാണ്. ഈശോയുടെ വെറും സാന്നിധ്യം മാത്രം. സഹോദരൻ, ഇവിടെയാണ് സക്കേവൂസിൻ്റെ ജീവിതത്തിലെ വലിയൊരു മാനസാന്തരം നമ്മൾ കാണുന്നത്. ഇവിടെ ഈശോ ചെന്നിട്ട് എടാ അതൊന്നും വിറ്റ് കള, നീ പാപിയാണ്, നീ നശിച്ചു പോകുന്നൊന്നും ഈശോ പറഞ്ഞിട്ടില്ല. ഈശോ വെറുതെ കയറി ചെന്നത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എന്താ പറഞ്ഞത്? സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അന്യായമായി സമ്പാദിച്ചതിൻ്റെ ഒരു പരിഹാരമായി, എൻ്റെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ അടയാളമായി ഞാൻ ദരിദ്രർക്ക് ദാനധർമ്മം ചെയ്യുന്നു. അടുത്തത് എന്താ പറഞ്ഞത്? ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ട്, ആരുടേതാ വഞ്ചിക്കാത്തതെന്നാണ് ചോദ്യം ഇവിടെ. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. 4 ഇരട്ടി തിരിച്ചു കൊടുത്താൽ പിന്നെ അപ്പനപ്പൂപ്പന്മാർ സമ്പാദിച്ചതുണ്ടെങ്കിൽ അതടക്കം പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യുക്തിചിന്തയില്ലാത്ത ഒരു അൺകണ്ടീഷണലായ മാനസാന്തരവും മാനസാന്തരത്തിൻ്റെ പ്രവൃത്തികളും നമ്മൾ സക്കേവൂസിൽ കാണുകയാണ്. ഇവിടെ ഈശോ അവനോട് പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നോക്കിക്കേ, ഈശോയെ കാണാൻ ആഗ്രഹിച്ച ഒരു സക്കേവൂസ്, ഈശോയുടെ സ്വരം ഒന്ന് കേൾക്കാൻ ഒരു പക്ഷേ ആഗ്രഹിച്ച് കാണുവാൻ, അതിനപ്പുറത്തേക്ക് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. താൻ കുറവൊന്ന് മനസ്സിലാക്കിയിരുന്ന തൻ്റെ ഈ പൊക്കക്കുറവിനെ മാത്രം കൈകാര്യം ചെയ്യുവാൻ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മരത്തിൽ കയറാൻ വേണ്ടി ആഗ്രഹിച്ചു. ഇത്രയേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല, അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷേ അത്രയും ചെയ്ത ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ദൈവത്തോട് അവൻ കാണിച്ച ഇത്തിരി സ്നേഹത്തിന് പ്രതിഫലമായി ഈശോ ഒത്തിരി സ്നേഹം കൊടുക്കുകയാണ്. അങ്ങനെ ഈശോ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ കർത്താവിൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നാൽ എന്താ സംഭവിക്കുക? സക്കേവൂസ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. നിന്റെ ഉള്ളിൽ ഈശോയെ കാണാനുള്ള എൻ്റെ ദാഹം, ഈശോയെ സ്വന്തമാക്കാനുള്ള നിൻ്റെ ഒരു താല്പര്യം, അത് നീ കാണിച്ചാൽ കർത്താവ് നിൻ്റെ ജീവിതത്തെ പാടെ മറിക്കും. എനിക്ക് മനസ്സിലേക്ക് വരുന്നത് ഞങ്ങളെ ധ്യാനിപ്പിച്ച ഒരച്ഛൻ പറഞ്ഞ ഒരു അനുഭവമാണ്. അച്ഛൻ്റെ തന്നെ ജീവിതാനുഭവമാണ്.
അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം ആദ്യം സെമിനാരിലെ മറ്റോ പോയിരുന്നു. ഒരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സെമിനാരിൽ പോയി. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിളി അതല്ലെന്ന് അദ്ദേഹത്തിന് ഉള്ളിൽ അങ്ങനെ തോന്നി. ചിലപ്പോൾ അങ്ങനത്തെ തോന്നലുകൾ ചിലർക്കുണ്ടാകും. അങ്ങനെ പിന്നെ അദ്ദേഹം തിരിച്ചു പോന്നു. പിന്നെ അദ്ദേഹം IAS കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്നത് കൽക്കട്ട ഭാഗത്ത് എവിടെയോ ആണ് അദ്ദേഹം ആ സമയത്ത് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പക്ഷേ പള്ളിയോട് ഒരു ബന്ധമുണ്ടായിരുന്നു. പള്ളിയിൽ പോകും, ഇടയ്ക്ക് അച്ഛന്മാരെയൊക്കെ കാണും, കുർബാനയ്ക്ക് സഹായിക്കും, മുന്നിൽ തന്നെ നിന്ന് പോയി കുർബാനയിൽ പങ്കെടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി. പക്ഷേ അദ്ദേഹം കുർബാന സ്വീകരിക്കില്ലായിരുന്നു. എന്തോ ബുദ്ധി കൂടിയാൽ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ ഏതായാലും അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കമ്മ്യൂണിയൻ പ്ലേറ്റ്, കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ പിടിക്കുന്ന ഈശോയുടെ ശരീരത്തിൻ്റെ തരി പോലും പോകാതിരിക്കാൻ പിടിക്കുന്ന കമ്മ്യൂണിയൻ പ്ലേറ്റ്. ഈ കമ്മ്യൂണിയൻ പ്ലേറ്റ് പിടിക്കാൻ ആരുമില്ലാതെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇദ്ദേഹം പോയി കമ്മ്യൂണിയൻ പ്ലേറ്റ് പിടിച്ചു. IAS ഓഫീസറാണ്, പക്ഷേ വളരെ സിമ്പിളായിട്ട് വിശ്വാസം ജീവിക്കാൻ പരിശ്രമിക്കുന്നു. അതേസമയം യുക്തിയുടെ മറ്റെന്തോ തലങ്ങൾ കിടക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ എല്ലാവർക്കും കമ്മ്യൂണിയൻ അച്ഛൻ കൊടുത്തു കഴിഞ്ഞു. അച്ഛൻ അവസാനം സാധാരണ കമ്മ്യൂണിയൻ പ്ലേറ്റ് പിടിക്കുന്നവർക്ക് കുർബാന കൊടുക്കുമല്ലോ. അങ്ങനെ അദ്ദേഹം കുർബാന കൊടുക്കാൻ വേണ്ടി ഈശോയുടെ ദിവ്യകാരുണ്യ ഈശോയെ എടുത്ത് അദ്ദേഹത്തിൻ്റെ നാവിന് നേരെ നീട്ടി. പെട്ടെന്ന് അദ്ദേഹം നോ ഫാദർ എന്ന് പറയും, തലകുലുക്കി, വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞ അച്ഛൻ ദിവ്യകാരുണ്യ ഈശോയെ കുസ്തോതിയിലേക്ക് വെച്ച് തിരിച്ചു കൊണ്ടുപോയി. ബാക്കി കുർബാന തുടർന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ചിന്ത കടന്ന് അദ്ദേഹത്തെ ആകുലപ്പെടുത്താൻ തുടങ്ങി. ഞാനിപ്പോൾ നോ പറഞ്ഞത് എൻ്റെ കർത്താവായ ദൈവത്തോടാണ്. എൻ്റെ കർത്താവ് എന്നെ ഉള്ളിലേക്ക് വരാൻ യെസ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ കർത്താവിനോട് നോ എന്ന് പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തെ ഭയങ്കരമായി ആകുലപ്പെടുത്തി, വിഷമിപ്പിച്ചു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാണെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പോയി ഈ അച്ഛനെ പിന്നെ പേഴ്സണലായിട്ട് കണ്ട് സംസാരിക്കുകയാണ്. ഈ അച്ഛനോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വ്യത്യസ്തമായൊരു ചിന്ത കടന്നു വരുന്നു എന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹവുമായിട്ട് ഷെയറിംഗ് ഒക്കെ നടത്തി. അങ്ങനെ വീണ്ടും അദ്ദേഹം യഥാർത്ഥ ആധ്യാത്മികതയിലേക്ക് തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ യുക്തിക്ക് ഉണ്ടായിരുന്ന ചില കേടുകളെയൊക്കെ മാറ്റി അദ്ദേഹം വീണ്ടും വിശുദ്ധ കുർബാന സ്വീകരിച്ചു. മെല്ലെ അച്ഛനാകണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം ആ ആത്മീയ ഗുരു നിർദ്ദേശിച്ചതിന് പ്രകാരമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ മുൻ പറഞ്ഞ സഭയിൽ അദ്ദേഹം അംഗമാകുകയും പിന്നീട് അദ്ദേഹം വൈദികനാകുകയും ഇപ്പോൾ അദ്ദേഹം ധ്യാന ശുശ്രൂഷകളൊക്കെ ചെയ്ത് ഡൊമിനിക്കൻ ഫാദേഴ്സിൻ്റെ പ്രത്യേകിച്ച് വചന ശുശ്രൂഷയാണല്ലോ അവരുടെ മേഖല. അങ്ങനെ അദ്ദേഹം ഈശോയെ സ്വന്തമാക്കിയ ഒരു മഹാ അനുഭവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അദ്ദേഹം വാർഷിക ധ്യാനം നടത്തിയപ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രിയ സഹോദരങ്ങൾ, നോക്കിക്കേ, ഈശോ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് ആ വ്യക്തി അതിനോട് കാണിക്കുന്ന റെസ്പോൺസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആദ്യമേ ഈ അച്ഛൻ നോ പറഞ്ഞെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വരമായി മാറുകയാണ്. അത് ഉള്ളിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഈശോയോട് നോ പറഞ്ഞു. ഇവിടെ സക്കേവൂസ് ഉള്ളിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഈശോയോട് യെസ് പറഞ്ഞു. ഈ യെസ് പറഞ്ഞത് സന്തോഷത്തോടെ അവിടെ തീർന്നു എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ അദ്ദേഹം തൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ കൊണ്ടുവന്നു, വീട്ടിലേക്ക് ഈശോയെ കൊണ്ടുവന്നപ്പോൾ ജീവിതം മുഴുവൻ മാറിമറിയുകയാണ്. ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളിലും ഒരു ക്രിസ്തു ദർശനം അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ്. തൻ്റെ പ്രവൃത്തികൾ, തൻ്റെ വാക്ക്, താൻ സമ്പാദിച്ചത് ഒക്കെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതായിരുന്നു. കർത്താവിൻ്റെ പ്രകാശത്തിൽ ജീവിതത്തെ കാണുമ്പോൾ ജീവിതത്തിൻ്റെ ദർശനം വ്യത്യാസപ്പെടുകയാണ്. ഇതാണ് യെശയ്യാ 6 നമ്മൾ കാണുന്ന യെശയ്യായുടെ ദർശനം തന്നെ. യെശയ്യാ പ്രവാചകൻ ഒരു പക്ഷേ നല്ല മനുഷ്യനായിരുന്നിരിക്കാം, നല്ലൊരു വിശുദ്ധനാണെങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിൻ്റെ ദൈവിക ദർശനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇങ്ങനെ ദൈവിക ദർശനങ്ങളുടെ നടുവിൽ നിൽക്കുന്ന അദ്ദേഹം കർത്താവിനെ നേർക്കുനേർ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതാ ഞാനൊരു ദുർഭകനായ മനുഷ്യനാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്, ഞാൻ നശിച്ചു. തൻ്റെ നിസ്സാരതയെ അവൻ തിരിച്ചറിയുകയാണ്. വിശുദ്ധ പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ വലിയൊരു ഒരു ബിഗ് ക്യാച്ച് അവന് കിട്ടിക്കഴിഞ്ഞ ലൂക്ക 5 പെട്ടെന്ന് പത്രോസ്ലീഹ പറഞ്ഞത് എന്താ? പത്രോസ് ഈശോയെ തിരിച്ചറിയുകയാണ്. കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറയുകയാണ്. സമറിയാക്കാരുടെ ഇടയിൽ ഈശോ 2-3 ദിവസങ്ങൾ താമസിച്ച് സമറിയാക്കാർ വിളിച്ചുകൊണ്ടുപോയ ആ അനുഭവത്തിലൂടെ ഈശോ അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരെ തന്നെ കുറിച്ചുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. സമറിയാക്കാർക്ക് ഒരു തിരിച്ചറിവ് ഈശോയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാവുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഈശോയ്ക്ക് വേണ്ടിയുള്ളൊരു ദാഹം എൻ്റെ ഉള്ളിൽ എന്നും കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപം ഞാനത് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള സ്വർഗീയ പദ്ധതി. ഞാൻ എൻ്റെ ഉള്ളിലുള്ള കർത്താവിനുള്ള ദാഹത്തെ
ഞാൻ പരിപോഷിപ്പിച്ച് അതിനോട് സഹകരിക്കുന്നതനുസരിച്ച് ഞാനൊരു ചെറിയ ചാറ്റൽ മഴ ആഗ്രഹിച്ചാൽ കർത്താവ് എനിക്കൊരു പെരുമഴ നൽകുമെന്നാണ് സക്കേവൂസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈശോയെ കാണുക എന്നത് രക്ഷയുടെ ഒരു അനുഭവമാണെന്നും രക്ഷയുടെ ഉറപ്പുമാണെന്നും ഈശോ കാണിച്ചു. അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം പാപമായിക്കൊള്ളട്ടെ, പാപകരമായ സമ്പാദ്യങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ദുശീലങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ കർത്താവ് തന്നെ കാണിച്ചു തന്ന് കർത്താവ് തന്നെ എടുത്തു മാറ്റുമെന്നാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ കർത്താവിന് മുമ്പിൽ നിഷ്കളങ്ക മനസാക്ഷിയോടുകൂടി, നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി സമർപ്പിക്കണം. കർത്താവെ വരണമെന്ന് പറയണം. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും, ഓരോ വചന വായനയും, ഓരോ പ്രാർത്ഥനയും, ഓരോ ജപമാല അർപ്പണവും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കടന്നുവരലിൻ്റെയും ഇടപെടലിൻ്റെയും സമയമായി മാറണം. കർത്താവിൻ്റെ വെളിച്ചത്തിൽ നീ നിന്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ സകലതിനെയും ക്രിസ്തു ദർശനത്തിലേക്ക് ഉയർത്താൻ നിനക്ക് സാധിക്കുമ്പോഴാണ് പ്രിയ സഹോദര സഹോദരി, നമുക്ക് ഓരോരുത്തർക്കും ഒരു ക്രിസ്തുവാനുഭവത്തിൽ, ഒരു സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കുവാനും വളരുവാനും സ്വർഗം രക്ഷ സ്വന്തമാക്കാനും സാധിക്കുക. ഈശോ നമുക്ക് അതിനുള്ള എല്ലാ കൃപകളും പരിശുദ്ധ അമ്മ വഴി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരിലൂടെ, അവരുടെ മധ്യസ്ഥതയിലൂടെ, വിശുദ്ധ കമില്ലസിൻ്റെ മധ്യസ്ഥതയിലൂടെ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വർഗീയ ദർശനങ്ങളിലേക്ക് ഉയരുവാൻ തക്കവിധം ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ ദാഹം തിരിച്ചറിയുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങനെ അങ്ങയെ ഹൃദയത്തിലും ജീവിതത്തിലും ഭവനത്തിലും സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ, വിശുദ്ധരെ പോലെ, അപ്പസ്തോലന്മാരെ പോലെയൊക്കെ പുതിയ വ്യക്തികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ്യം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.